നിങ്ങൾ ഫൈനാൻസ് എന്നാണോ പറയാ, ഫിനാൻസ് എന്നാണോ പറയാ, ടാർജറ്റ് എന്നാണോ ടാർഗറ്റ് ആണോ പറയാറ്, സ്റ്റാറ്റസ് ആണോ സ്റ്റേറ്റസ് ആണോ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന കുറച്ച് വാക്കുകൾ, നമ്മൾ തെറ്റായി ഉച്ചരിക്കുന്ന കുറച്ച് വാക്കുകളും അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷനുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അഫ്നയും ഹനാനും എൻ്റെ കൂടെ ഉണ്ട്. തുടങ്ങിയാലോ? റെഡി അല്ലേ? ഓക്കെ. അഫ്ന, നീ ഫൈനാൻസ് എന്നാണോ പറയാ, ഫിനാൻസ് എന്നാണോ പറയാ? ഫിനാൻസ്. നീയോ? ഫൈനാൻസ്. ഓക്കെ. ഇവിടെ അഫ്ന ഫിനാൻസ് എന്നും പറഞ്ഞു, ഹനാൻ ഫൈനാൻസ് എന്നും പറഞ്ഞു. പക്ഷെ ഞാൻ രണ്ടും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആളുകൾ ഫിനാൻസ് എന്നും പറയാറുണ്ട്, ഫൈനാൻസ് എന്നും പറയാറുണ്ട്. പക്ഷെ ശരിക്കും ഏതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ? എന്താണ്, ഫൈനാൻസ് ആണോ ഫിനാൻസ് ആണോ? നിങ്ങൾ ഏതാണ് ഉപയോഗിക്കാറ്? യെസ്, രണ്ടും ഉപയോഗിക്കാം. ഓക്കെ, രണ്ടും ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഫൈനാൻസിന് ഉപയോഗിക്കാം, ഫിനാൻസിന് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ അതിൽ ഇനി നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പോൾ ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറയും, ഫിനാൻസ് മിനിസ്റ്റർ എന്നും പറയും. അപ്പോൾ രണ്ടും ബോത്ത് ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ അടുത്തത് ടാർജറ്റ് എന്നാണോ ടാർഗറ്റ് എന്നാണോ പറയാറ്? ടാർഗറ്റ്. ഓക്കെ, രണ്ടാളും ടാർഗറ്റ് എന്ന് പറഞ്ഞു. ശരിക്കും എന്താണ് ടാർജറ്റ് അല്ലേ? അല്ല. ഇപ്പോൾ പലരും, ഞാൻ ഇപ്പോൾ ഒരു കമ്പനിയുടെ ടോപ്പ് ലെവലിലെ ആളുകൾ വരെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ മാസത്തെ ടാർജറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ടാർജറ്റ് എന്ന് പറയരുത്, ടാർഗറ്റ്. ഓക്കെ, ടാർഗറ്റ്, അതാണ് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ടാർഗറ്റ്. അടുത്തതാണ് സ്റ്റാറ്റസ്. ചില ആളുകൾ സ്റ്റാറ്റസ് എന്ന് പറയും, ചില ആളുകൾ സ്റ്റേറ്റസ്. ഇപ്പം ഞാൻ നിന്റെ വാട്സാപ്പ് സ്റ്റേറ്റസ് കണ്ടു, ഞാൻ നിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ടു എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ഏതാണ്? സ്റ്റാറ്റസ് ആണോ കറക്റ്റ് ആയിട്ടുള്ളത്? സ്റ്റേറ്റസ് ആണോ? യെസ്. അതിൽ നമുക്ക് രണ്ടും ഉപയോഗിക്കാം. സ്റ്റാറ്റസ് എന്ന് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, സ്റ്റേറ്റസ് എന്ന് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സ്റ്റേറ്റസ് ആണ് കറക്റ്റ്. പക്ഷെ അങ്ങനെയല്ല. സ്റ്റേറ്റസ് എന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്, സ്റ്റാറ്റസ് എന്നത് അമേരിക്കൻ ഇംഗ്ലീഷാണ്. സോ രണ്ടും ഉപയോഗിക്കാം, സ്റ്റാറ്റസ് ഉപയോഗിക്കാം, സ്റ്റേറ്റസ് ഉപയോഗിക്കാം, നോ പ്രോബ്ലം. വാട്സാപ്പ് ആണോ വാട്സപ്പ് ആണോ? അത് നല്ലൊരു ചോദ്യമാണ്. പലരും വാട്സപ്പ് ഞാൻ വാട്സപ്പ് ചെയ്യാന്നൊക്കെ പറയും. വാട്സപ്പ് അല്ല കേട്ടോ, വാട്സാപ്പ് ആണ്. വാട്സാപ്പ്. ഓക്കെ, വാട്സാപ്പ്. അടുത്തത് ഡിവോഴ്സ് ആണോ ഡൈവോഴ്സ് ആണോ? ഡിവോഴ്സ്. ഇപ്പോൾ കേൾക്കുന്നത് ഡിവോഴ്സ്. ഡിവോഴ്സ്. യെസ്, അത് ഡിവോഴ്സ് തന്നെ കേട്ടോ. പണ്ടൊക്കെ ഇപ്പോൾ ഞാനെല്ലാം ചെറിയ കുട്ടിയായ സമയത്ത്, അതായത് ഒരു 5 വർഷം മുമ്പെല്ലാം ഞാൻ കേട്ടിരുന്നത് ഡൈവോഴ്സ് ആണ്. അപ്പോൾ ഡൈവോഴ്സ് എന്നല്ല, അത് തെറ്റാണ്. ഡിവോഴ്സ് തന്നെയാണ് പറയുന്നത്, ഡിവോഴ്സ്. ഓക്കെ, അത് അമേരിക്കൻ ആണെങ്കിലും ബ്രിട്ടീഷ് ആണെങ്കിലും ഡിവോഴ്സ് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഡൈവോഴ്സ് എന്ന് പറയണ്ട. അതേപോലെ ഡയറക്ടർ ആണോ ഡയറക്ടർ ആണോ? ഇപ്പോൾ പുലിവാൽ കല്യാണത്തിന്റെ ഡയറക്ടർ ആരാന്നൊക്കെ ചോദിക്കും, അതല്ലെങ്കിൽ ഡയറക്ടർ ആരാന്ന് ചോദിക്കും. അത് എന്താണ് സംഭവം? ഡയറക്ടർ ആണോ? യാ. അപ്പോൾ ഇവർക്കും കൺഫ്യൂഷൻ ആയി. അപ്പോൾ രണ്ടും ഉപയോഗിക്കാം. ഡയറക്ടർ ആയാലും കുഴപ്പമില്ല, ഡയറക്ടർ ആയാലും കുഴപ്പമില്ല. പലരും തെറ്റിദ്ധരിച്ച് അത് ഡയറക്ടർ, കാരണം ഇപ്പോൾ എല്ലാവരും ഡയറക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡയറക്ടർ ആണ് കറക്റ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയല്ല, രണ്ടും ഉപയോഗിക്കാം. ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഡിറക്ഷൻ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് FOOD. അതെന്താ? ഫുഡ്. ഇപ്പം നമ്മൾ ചോദിക്കല്ലോ ഫുഡ്. ഇപ്പം നീ ഫുഡ് കഴിച്ചോ, അതെങ്ങനെയാ ചോദിക്കുക? ഹാവ് യു ഹാഡ് യുവർ ഫുഡ് എന്ന് ചോദിക്കരുത്. ഓക്കെ. ഇപ്പം മലയാളത്തിലാകുമ്പോൾ നമുക്ക് ഫുഡ് എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നീ ഫുഡ് കഴിച്ചോ, മലയാളത്തിൽ നീ ഫുഡ് കഴിച്ചോ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അത് ഇംഗ്ലീഷ്, ഇപ്പോൾ കംപ്ലീറ്റ് ഇംഗ്ലീഷ് സെൻറ്റൻസ് ആകുമ്പോൾ ഹാവ് യു ഹാഡ് യുവർ ഫുഡ്. ഓക്കെ, ഫുഡ് അത് നീട്ടണം. ഹാവ് യു ഹാഡ് യുവർ ഫുഡ്. ഓക്കെ, അപ്പോൾ ഫുഡല്ല, ഫുഡ്. ക്ലിയർ അല്ലേ? അടുത്തത് നമ്മൾ രാവിലെ കഴിക്കുന്ന ഫുഡ് എന്താ? ബ്രേക്ക്ഫാസ്റ്റ്. യെസ്, അത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം, ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയാം, കുഴപ്പമില്ല. പക്ഷേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് സെൻറ്റൻസ് ആകുമ്പോൾ ഇപ്പോൾ ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയരുത്, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. അടുത്തത് ഇംഗ്ലീഷ് ആണോ ഇംഗ്ലീഷ് ആണോ? യെസ്, ഇംഗ്ലീഷ്. പക്ഷെ കുറേ ആളുകൾ ഇംഗ്ലീഷ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന സമയത്ത് ഇംഗ്ലീഷ് എന്ന് പറയാം, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കംപ്ലീറ്റ് സെൻറ്റൻസ് ഇംഗ്ലീഷ് ആകുന്ന സമയത്ത്, അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ് എന്ന് പറയരുത്, ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയാം, ഇംഗ്ലീഷ്. ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു സാധനം കിട്ടില്ലേ, അതിനെന്താ പറയുക? MENU, മെനു. അത് പലരും മെനു എന്നാണ് പറയുക. ശരിക്കും അത് മെനു അല്ല, മെന്യൂ എന്നാണ്. MEN കഴിഞ്ഞിട്ടൊരു U, മെന്യൂ. ഓക്കെ, മെന്യൂ. ക്യാൻ ഐ ഹാവ് ദ മെന്യൂ പ്ലീസ്, അല്ലെങ്കിൽ കുഡ് ഐ ഹാവ് ദ മെന്യൂ പ്ലീസ്. ഓക്കെ, അപ്പോൾ MENU. ഇനി മുതൽ നിങ്ങൾ മെനു എന്ന് പറയരുത്, മെന്യൂ. ക്ലിയർ? ഇനി അടുത്തത് അടിപൊളിയാണ്.
കമൻറ്റ്, കുറേ കമൻറ്റ് ഞാൻ കണ്ടു, ഓക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെയൊക്കെ പറയും. ആ കമൻറ്റ് യെസ് നിങ്ങൾ കേട്ടില്ലേ, പലരും കമൻറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കമൻ്റ് അല്ല കോമെൻറ്റ്, കാന്നുള്ളത് കോന്നാക്കിയാൽ മതി, ഈസിയാണ്. ഓക്കെ കോമെൻറ്റ്. ഓക്കെ ഇപ്പോൾ പലരും കോമെൻ്റ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി മുതൽ കമൻറ്റ് എന്ന് പറയേണ്ട കോമെൻറ്റ്. ഓക്കെ ഇനി ഒരു ആഡ് ഓൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നീ ബിരിയാണി കഴിച്ചു, വയറ് നിറച്ച് ബിരിയാണി കഴിച്ചു, എന്നിട്ട് മധുരം കഴിക്കുമല്ലോ, പായസമോ അല്ലെങ്കിൽ ഐസ്ക്രീം അല്ല. അപ്പോൾ നീ അത് ഡിസേർട്ടാണോ ഡെസേർട്ടാണോ? ഡിസേർട്ട്. നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കുക, ഏതാണ്? അപ്പോൾ മരുഭൂമിക്ക് എന്താ പറയാ? മരുഭൂമിക്കാണ് ഡെസേർട്ട് പറയാം. യെസ്, മരുഭൂമിക്കാണ് ഡെസേർട്ട്. അത് പലർക്കും കൺഫ്യൂഷൻ ആട്ടോ. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമി. ഓക്കെ അല്ല, ഒരു എസ് കൂടുതലുണ്ട്. ഇപ്പോൾ ഡെസേർട്ടിന് ഒരു എസ് കുറവാണ്, സിംഗിൾ എസ് ആണ്. പക്ഷേ ഡിസേർട്ട്, അതായത് നമ്മൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്ന മധുരത്തിന് ഡിസേർട്ട് എന്നാ പറയാ, അത് ഡബിൾ എസ് ആണ്. ഓക്കെ സ്പെല്ലിങ്ങിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ശരിക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഇത് ശരിക്കും പഠിക്കുക, മനസ്സിലാക്കുക, ഇനി മുതൽ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലും പഠിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി വാട്സാപ്പിലൂടെ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. മുകളിൽ ബയോയിൽ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, അഡ്മിഷൻ എടുക്കാം. താങ്ക് യു. English House. English at your fingertips.